നമ്മുടെ അങ്കമാലി പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ആദ്യം ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ചേർക്കേണ്ടത് പെരുംജീരകമാണ്. പെരുംജീരകം ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി അതിനകത്തേക്ക് ചേർക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക്. ഇത് നന്നായി മൂക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. കളറൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സവോളയാണ്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/2 കിലോ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ സവോള പെട്ടെന്ന് വഴറ്റി വരാനായിട്ട് സഹായിക്കും. അപ്പം നമ്മുടെ ഒനിയൻ ഒരുവിധം നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗാർലിക്കാണ്. അപ്പം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി ആദ്യം ഇടാം. മഞ്ഞൾപ്പൊടി, നമ്മൾ കാശ്മീരി മുളക് പൊടി അല്ലാണ്ട് ചേർത്തത്, എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പൊടിയൊന്നും കരിയൊന്നുമില്ല. നമുക്ക് നമ്മുടെ പോർക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ലണ്ടനിലെ പോർക്കിന് വേവ് കുറവായതുകൊണ്ട് നമുക്ക് കുക്കറിൽ വിസിൽ വേവിപ്പിക്കണ്ട. ഡയറക്റ്റ് ഇതിനകത്തിട്ട് പതുക്കെ ഇളക്കി കൊടുത്ത് വേവിച്ചാൽ മതി. കണ്ടില്ലേ, തിളയ്ക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് വെള്ളം വരും. എന്നിരുന്നാലും നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിലല്ലോ വേവിക്കുന്നത്. ഇതിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇച്ചിരി വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചൂടാക്കിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുക.
നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് ഓൾറെഡി തിളച്ചതല്ലേ, അതിനകത്ത് ഈ പച്ചവെള്ളം ചേർക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. മതിയാവും വെള്ളം. ഇതുപോലെ നാട്ടിൽ പുറത്തിറച്ചി വയ്ക്കുമ്പോൾ പക്ഷെ അത് കുക്കറിൽ വേവിച്ചിട്ട് നമ്മൾ മസാല ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. അതിൽ നെയ്യ് ഊറ്റി കളയേണ്ടി വരും. ഇവിടത്തേന് പക്ഷേ അത്ര വേവില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇതിന് ചെറിയ തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇത് തീയും കുറച്ച് വെക്കാം. കാരണം പെട്ടെന്ന് വെള്ളം തിളച്ച് പറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിനകത്ത് ഇപ്പോഴും വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കായിരുന്നു. ഇപ്പോഴൊക്കെ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇപ്പോഴും വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നമ്മുടെ പോർക്കിറച്ചി പരിവായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒരുവിധം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇറച്ചി വേവുമായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റണം. പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മുടെ പോർക്കിറച്ചിയുടെ വെള്ളമൊക്കെ പറ്റിയിട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയും പറ്റാനുണ്ട്. അതായത് ഇനിയും കുറച്ചുകൂടി ഡ്രൈ ആക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ പോർക്കിറച്ചി പരിവായിട്ടോ. ഇതാണ് ഞങ്ങളുടെ അങ്കമാലി പോർക്കിറച്ചി, പോർക്ക് ഫ്രൈ. പോർക്ക് കറി എന്നും പറയാം. അപ്പം നമ്മുടെ അങ്കമാലി പോർക്ക് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇടാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് കുറച്ച് പെപ്പർ പൗഡർ ആണ് കേട്ടോ. അത് എരിവിനനുസരിച്ച് ചേർക്കാം. അങ്ങനെ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്.